കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ ആ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവാന്റെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ കൊടിമരവും അതേപോലെ വലിയ വലിയ ബലിക്കല്ല്, അതുപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവി ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഭഗവാന്റെ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ അതിവിശേഷമായ കാഴ്ചയാണ്. നിറയെ പ്രകാശം, അതിൻ്റെ കൂടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു ആനേനെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ നിലത്തോട് ചവിട്ടി താഴ്ത്തി നിൽക്കുന്ന പോലെയാണ്. അതായത് ആനയുടെ തുമ്പിക്കൈയിന്മേൽ ഒരു കാല് ഇടത്തെ കാല് വെച്ച് വലതേ കാല് മസ്തകത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ആ ഉണ്ണിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്ന കുവലയ പീഠം ഉണ്ടല്ലോ, നമ്മുടെ കംസൻ്റെ, മധുരയിലെ കംസൻ്റെ ആ കുവലയ പീഠത്തിന് എന്താ വെച്ചാൽ 1000 ആനകളുടെ ശക്തിയാണ് ആ കുവലയ പീഠത്തിന്. അപ്പോൾ കൃഷ്ണനെയും ബലരാമനെയും വധിക്കാനായിട്ട് കംസൻ ആനയെ പാപ്പാനെ കൊണ്ട് കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന ആ ഒരു കാഴ്ചയാണ് ആ കാഴ്ച. അപ്പോൾ കംസനിന് അടുത്ത് തന്നെ കംസനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പായിട്ട് അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അത്രയും ശക്തി ഉള്ള ആ കുവലയ പീഠത്തെ അങ്ങനെ ചവിട്ടി എന്താ പറയുക, ആനയുടെ മസ്തകമൊക്കെ തൊഴിച്ച് ആ 2 കൊമ്പും ഊരിയെടുത്ത് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണെന്ന്. അതായത് നല്ല എന്താ പറയുക, ധൈര്യവാനായ, യാതൊരു പേടിയില്ലാത്ത ആ ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുവന്ന പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ വലിയ ഉണ്ണിയാണല്ലോ. അപ്പോൾ ആ ഉണ്ണി നല്ല തടിയൊക്കെ ഉള്ള ഉണ്ണി തന്നെയാണ്. അപ്പോൾ ആ ഉണ്ണിയുടെ ആ കാലൊക്കെ ഇങ്ങനെ ആഞ്ഞ് ചവിട്ടിയിട്ട് ഒരു കാലം ഇടത്തെ കാല തുമ്പിക്കൈ ഇങ്ങോട്ട് ആ തുമ്പിക്കൈയുടെ മുകളിൽ, അതേപോലെ വലത്തെ കാലം കൊണ്ട് ആ മസ്തകത്തിനെ ചവിട്ടി ആ 2 കൊമ്പ് ഇങ്ങനെ ഇടത്തെ കയ്യിൽ ആ ഒരു കൊമ്പ് ഇങ്ങനെ ഊരിയെടുത്ത് കുറച്ച് ഉയർത്തി പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് ആ ഒരു കൊമ്പ് അങ്ങനെ മാറോട് ചേർത്തിട്ടും പിടിച്ചിട്ടുണ്ട്. ഇനി എന്താ, അത്രയും ഇതായി. ഇനിയിപ്പോൾ ഇനി കംസൻ തന്നെ പറഞ്ഞാച്ചാലും എനിക്കത് പ്രശ്നമില്ല, ഞാനും എൻ്റെ ഏട്ടനും ചെയ്യേണ്ടത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ അത്രയും ശക്തനായ 1000 ആനയുടെ കരുത്തുള്ള കുവലയപീഠത്തെ കീഴ്പ്പെടുത്തിയിട്ട് നിലംപരിശാക്കിയിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നത്തെ ശ്രീകോവിലിലെ കളഭം കൊണ്ടുള്ള അലങ്കാരം. അതിവിശേഷം. അങ്ങനെ നോക്കി വരുമ്പോൾ, അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അരമണി ഒക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കഴുത്തിൽ മാങ്ങാമാല, പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ട് മാല, അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല പുഞ്ചിരിയാണ്. ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടേ നമ്മളോട് ഭക്തരോട് നന്നായിട്ടുള്ള കാരുണ്യത്തിൽ നിൽക്കുന്ന ആ ഉണ്ണിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. പിന്നെ തിരുമുടിയിൽ 3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല ഒരെണ്ണമാണ്, അത് വെളുത്ത പൂവാണ്. പിന്നെ ഒരു നല്ല എന്താ പറയുക ഉണ്ടമാല, അത് എന്താ വെച്ചാൽ വനമാല പോലെ തെച്ചി കൂടുതൽ തുളസി കുറച്ച്, അങ്ങനെ തെച്ചി കൂടുതൽ തുളസി കുറച്ച്, അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഒന്നങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ അത്രയും സന്തോഷമാണ്. കംസനെ അങ്ങനെ കിട്ടാ വിറപ്പിച്ച് കുവലയപീഠത്തിനെ കൊന്ന് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് അന്നത്തെ കളഭാലങ്കാരം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഇപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും.
അങ്ങനെ തൊഴുത് നമ്മളവിടുന്ന് ഇറങ്ങിയ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ആലിലക്കണ്ണനെയും കണ്ട് അതേപോലെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാനായിട്ട് ഇങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിർ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ അതിനുശേഷം നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നേരെ ആ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ മുരുകനെയും കണ്ടു തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വരാം. അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് ഓവിൻ്റെ അടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്തറിയും കടാവിളക്കൊക്കെ കണ്ട് തൊഴുത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിന് വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തി അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്ന പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കുവലയ പീഠത്തെ അങ്ങനെ വധിച്ച ആ ഉണ്ണിക്കണ്ണനെ, കൊമ്പ് ഊരി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴാം, പ്രാർത്ഥിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അതും കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി കണ്ട് തൊഴാം. പിന്നീട് തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.